പേരൂർക്കടയിൽ ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട ASIക്കും സസ്പെൻഷൻ. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്തു. നൃപൻ ചക്രവർത്തി കൂടിയുണ്ട് വിശദാംശങ്ങളുമായി. നൃപൻ, നേരത്തെ തന്നെ നടപടി എടുത്തതാണ്. ഇതിൽ കൂടുതൽ നടപടി ബിന്ദു ആവശ്യപ്പെട്ടിരുന്നു, പരാതിക്കാരിയായ ബിന്ദു ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇടപെട്ട അതിൽ ബിന്ദുവിൻ്റെ കൂടുതൽ പരാതികൾ, കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നെല്ലാം ആവശ്യപ്പെട്ടതെല്ലാം കൃത്യമായി അതിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ. വിനിഷ, ഈ കേസിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കും. ഈ കാര്യം ദൗർഭാഗ്യകരമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ്. ഇതിനനുസരിച്ച് നേരത്തെ തന്നെ സർക്കാർ പോലീസും അടിയന്തര നടപടികളിലേക്ക് പോയിരുന്നു. SIയെ ഈ പരാതിയിൽ ഉന്നയിക്കുന്ന ആരോപണ വിധേയനായ SIയെ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തതാണ്. ഇപ്പോൾ ASI ആയിട്ടുള്ള പ്രസന്നനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അത് കണ്ടോൺമെൻറ്റ് AC സ്റ്റുവർട്ട് കീലർ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് കേസുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ASI പ്രസന്നനെതിരെ എടുത്തിട്ടുള്ളത്. 20 മണിക്കൂറോളം ഒരു വനിതയെ ഈ അറസ്റ്റ് രേഖപ്പെടുത്താതെ കസ്റ്റഡിയിൽ വെച്ചു. ഒപ്പം തന്നെ ഒരു വനിതയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട, കസ്റ്റഡിയിൽ വയ്ക്കുമ്പോഴൊക്കെ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന വിവരങ്ങൾ പ്രാഥമികമായി കണ്ടോൺമെൻറ്റ് AC നൽകിയ റിപ്പോർട്ടിലുണ്ട് എന്നതാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഇക്കാര്യത്തിലെ റിപ്പോർട്ട് സംബന്ധിച്ച് സമഗ്രമായ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല, സൂചനകൾ മാത്രമാണ് അങ്ങനെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം മാത്രമല്ല, ഈ ASI പ്രസന്നൻ ED ചുമതല അന്ന് ചാർജ് ഉണ്ടായിരുന്ന ആളായിരുന്നു. ഈ ബിന്ദുവിനെ ചോദ്യം ചെയ്യാനുള്ളതോ മറ്റു ഉത്തരവാദിത്വമോ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ മോശമായ സമീപനം ബിന്ദുവിനെതിരെ ഉണ്ടാക്കിയത്. നിരന്തരം അവരെ അവഹേളിക്കുകയും കള്ളിയെന്ന് വിളിച്ച് അവഹേളിക്കുകയൊക്കെ ചെയ്തത് ഈ പ്രസന്നനാണ് എന്ന തരത്തിലുള്ള വിശദാംശങ്ങളാണ് ഈ പരാതിക്കാരി നൽകിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിലും പ്രഥമ ദൃഷ്ട്യാ വസ്തുതയുണ്ട് എന്ന കണ്ടെത്തൽ കൂടിയുണ്ട്. അറസ്റ്റ് എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല എന്ന കാര്യത്തെ സംബന്ധിച്ച് വിശദാംശങ്ങൾ, ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ പ്രാഥമികമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഏകദേശം 18 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന CCTV ദൃശ്യങ്ങളെല്ലാം അരിച്ചുപറക്കി പരിശോധിക്കുകയാണ്. പ്രാഥമികമായി ചില പരിശോധനകൾ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇനി സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുള്ള നിർദ്ദേശം വിശദമായി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നാണ്. ബിന്ദു നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ദാഹിച്ച് വെള്ളം ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ ടോയ്ലറ്റിൽ പോയി അവിടെ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന ആരോപണമുണ്ട്. നിരന്തരം വളരെ മോശമായ പദങ്ങൾ കൊണ്ട് അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. താൻ കള്ളിയാണ് എന്ന തരത്തിൽ തന്നെയാണ് പോലീസ് മുൻവിധിയോടുകൂടി കണ്ടത്. തന്നെ മർദ്ദിക്കുമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ തനിക്ക് കുറ്റം ഏറ്റു പറയേണ്ടി വന്ന ഗതികേടടക്കം ഉണ്ടായി എന്ന തരത്തിലുള്ള വേർഷനാണ്, ഒരു ഭാഗമാണ് പരാതിക്കാരി പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. പോലീസിൻ്റേതായ ചില വിശദീകരണങ്ങൾ ഔദ്യോഗികമല്ലാതെ അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാത്തതുകൊണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ. ഒരു ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടൊരു സ്ത്രീയെ അവർ മോഷണം കുറ്റം ആരോപിച്ച് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ശേഷം വിളിച്ചു വരുത്തി അവരെ 20 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെച്ചു എന്നതാണ്. അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, ബന്ധുക്കളെ വിവരം അറിയിച്ചില്ല. ഇത്തരത്തിൽ അറസ്റ്റ് മാനദണ്ഡങ്ങൾ മുഴുവൻ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം പ്രഥമ ദൃഷ്ട്യാ പോലീസ് കണ്ടെത്തിയിട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബിന്ദു മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും ആകെ 3 പോലീസുകാരുടെ വിശദാംശങ്ങളാണ് പറയുന്നത്. ബിന്ദു രണ്ടാമത് പലതരത്തിലുള്ള ആരോപണങ്ങളും പുതുതായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതുകൂടി പരിശോധിച്ചുകൊണ്ട് വിശദമായ അന്വേഷണം നടത്താനാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോകാനാണ് സാധ്യത. വിനീഷ. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.